ഞാൻ ഈ ഒരു വീഡിയോ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു ആഷ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇതേ സെയിം ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ വേറെ കളർ ചേഞ്ചും എനിക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ആദ്യത്തേത് ഈ ഒരു പീസാണ്. ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു ഇന്നറിൻ്റെ സെയിം ഡിസൈനാണ് ഇതിലും വരുന്നത്, സെയിം പ്രിൻ്റാണ് വരുന്നത്. പക്ഷേ കളർ മാത്രം നേവി ബ്ലൂ ടോണിലോട്ട് മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വൈഡ് ആയിട്ടുള്ളൊരു യൂനിക്ക് കൊടുത്തിട്ട് സ്ലീവ്ലെസ് ആയിട്ടാണ് ഇന്നർ വരുന്നത്. അതിന് പുറത്തൊരു ഷർട്ട് ടൈപ്പിൽ വരുന്ന ഒരു ജാക്കറ്റ് കൂടെ ഉണ്ട്. സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ നമ്മൾ ക്രേപ്പിൻ്റെ വൈറ്റ് കളർ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര നാൾ യൂസ് ചെയ്താലും അത് പഴയ ഒരു രീതി ആവില്ല എന്നുള്ളതാണ്. ഫെയ്ഡ് ആവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നരച്ച് പോവുമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ബട്ടർ ക്രേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നർ വരുന്നത്. ബാക്കിലും ഇത്രത്തോളം വൈഡ് ആവില്ല, ഇത്രത്തോളം ഡെപ്തിൽ വരില്ല നെക്കെന്നേ ഉള്ളൂ. ബാക്കും റൗണ്ട് നെക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പ്രിൻറ്റിൽ വരുന്ന ഒരു ജാക്കറ്റാണ് കൊടുക്കുന്നത്. നേവി ബ്ലൂ കളറിൽ നമ്മുടെ ഒരു ഇന്നറിൻ്റെ ആ ഒരു പ്രിൻറ്റിനോട് മാച്ച് ആവുന്ന കളർ ജാക്കറ്റാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു ലോങ് ഷർട്ട് പോലെയാണ് നമ്മൾ ജാക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സ്ലിറ്റഡ് ആണ്, ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടാം. അതുപോലെ തന്നെ ബട്ടൺ ഇട്ടിട്ടും നമുക്ക് ഇതിൻ്റെ കൂടെ അത് ഇടാം. മാത്രമല്ല ജാക്കറ്റ് നമുക്ക് ഡിറ്റാച്ചബിൾ ജാക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ എന്ത് ഡ്രസ്സിൻ്റെ കൂടെയും ഈ ജാക്കറ്റ് പെയർ ചെയ്യാം. ഞാൻ സ്റ്റിച്ച് ചെയ്ത പാറ്റേൺ ഷർട്ടിൻ്റെ കോളർ വരുന്ന രീതിയാണ്. പക്ഷേ കസ്റ്റമർക്ക് ഇത് ഹാഫ് കോളർ, ചൈനീസ് കോളർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാൻവാസ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതിൽ ക്യാൻവാസ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ജോർജറ്റ് മെറ്റീരിയലിലെ ജാക്കറ്റാണ്. ഓക്കെ, അപ്പം സ്ലീവ് വന്നിട്ട് ഒരു ചെറിയ പഫ് കൊടുത്തിട്ടുണ്ട്. ജാക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഫീഡിങ് ഓപ്ഷൻ വേണമെങ്കിൽ കൊണ്ടുവരാം. അതായത് നമ്മൾ ഉള്ളിൽ ഇടുന്ന ഇന്നറിൽ നമുക്ക് ഇൻവിസിബിൾ സിപ്പർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീഡിങ് പർപ്പസിനും ഫീഡിങ് ടോപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഫ്രണ്ടിൽ ജാക്കറ്റ് വരുന്നതുകൊണ്ട് ഒട്ടും കാണില്ല. ഇൻവിസിബിൾ സിബ് ഓൾറെഡി കാണാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജാക്കറ്റ് ഇടുന്നത് കൊണ്ട് ഒട്ടും തന്നെ പുറത്ത് വിസിബിൾ അല്ലാത്ത രീതിയിൽ ഹിഡൻ സിബ് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു പാറ്റേൺ. ഇത് നമ്മൾ ഇതിൻ്റെ വേറൊരു കളർ കൂടെ ചെയ്തിട്ടുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രിൻറ്റ്. എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമായത് ഈ ഒരു പ്രിൻ്റാണ്. നല്ല അടിപൊളി ഫാബ്രിക് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൽ വന്നിരിക്കുന്ന പ്രിൻറ്റ്. മൾട്ടി കളർ പ്രിൻ്റാണ് വരുന്നത്. ബേസ് കളർ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്, ബ്ലാക്കിഷ് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ്. അതിൽ നമ്മൾ ഒരുപാട് കളേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഈ ടോപ്പിൽ വരുന്നുണ്ട്. യെല്ലോ, റെഡ്, ബ്ലൂ, അതുപോലെ ഗ്രീൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ജാക്കറ്റ് വെച്ച് നമുക്ക് പെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്കൊരു യെല്ലോ ഷെയ്ഡാണ്, ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. കുറച്ചുകൂടെ ഡോമിനൻ്റ് ആയിട്ട് വരുന്ന കളറും അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ലൈറ്റ് യെല്ലോ ജാക്കറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. സെയിം നമ്മുടെ നെക്കൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്ലീവ്സും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് സ്ലിറ്റഡ് ആയിട്ട് ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടാണ് ഇന്നർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ജാക്കറ്റ് കാണാം. ഈ ഒരു ടോണാണ് നമ്മൾ ജാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് യെല്ലോ കളറാണ് വന്നിരിക്കുന്നത്. എഗ് യോക്കിൻ്റെ ഒരു കളറുണ്ടല്ലോ, ആ ഒരു ഷെയ്ഡ്, അതിൽ നമ്മുടെ പ്രിൻറ്റ് വരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡിൽ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഷർട്ടിൻ്റെ കോളറാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ജാക്കറ്റ് ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ വരുന്നുണ്ട്, ഷോ ബട്ടൺ വരുന്നുണ്ട്. സ്ലീവും പഫ് സ്ലീവാണ് വരുന്നത്. നല്ല ലോങ് ആയിട്ടുള്ള ഷ്രഗാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന ഒരു നേവി ബ്ലൂ കളർ പ്രിൻറ്റിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട് ആ ജാക്കറ്റ്. ഇത് അല്ലാണ്ട് നമുക്ക് റെഡും ബ്ലൂവും ഗ്രീനും ഒക്കെ വെച്ച് നമുക്ക് പെയർ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ആപ്റ്റായിട്ടുള്ള കളറെന്ന് തോന്നിയത് ഈ ഒരു യെല്ലോ ആണ്, അതുകൊണ്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. എനിക്കൊന്നുകൂടെ ഈ ജാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടുന്നതിനേക്കാളും നമ്മൾ ബട്ടൺ ഇട്ടിട്ടിടുന്നതാണ് ഒന്നുകൂടെ എനിക്കിഷ്ടം. അതായത് എനിക്കിട്ടിട്ടാണെങ്കിലും നമ്മൾ മാനിക്കലിൽ ഇട്ടിട്ട് കണ്ടിട്ടാണെങ്കിലും ബട്ടൺ ഇങ്ങനെ ഇട്ടതിന് ശേഷമുള്ള ലുക്കാണ് നന്നായിട്ടുള്ളത്. കാരണം നമുക്ക് കറക്റ്റ് ബോഡി ഫിറ്റ് ആയിട്ട് കിടക്കുമല്ലോ. ഈ ജാക്കറ്റ് നമ്മുടെ കറക്റ്റ് സൈസിനാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ, അല്ലാതെ ഓവർ സൈസ് ആയിട്ടൊന്നും അല്ല. അപ്പോൾ ഇത് ഇങ്ങനെ കാണാനാണ് ഭംഗി. പിന്നെ ജാക്കറ്റിൻ്റെ താഴെ വരെ നമ്മൾ ബട്ടൺ കൊടുത്തിട്ടില്ല. ഒരു ഹിപ്പിൽ നിന്ന് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ഒരു പോർഷൻ വരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ താഴേക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും. ആൻഡ് അതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഇന്നർ പുറത്ത് കാണണം. ആ രീതിയിലാണ് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് പാറ്റേണും ഇഷ്ടമായി എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പ്രിൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് തന്നെ നമുക്ക് അജ്രക്കിൽ വേണമെങ്കിൽ ചെയ്യാം. അജ്രക്ക് ഇന്നർ കൊടുത്തിട്ട് പ്ലെയിൻ ജോർജറ്റ് ആയിട്ട് ജാക്കറ്റ് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എന്ത് കസ്റ്റമൈസേഷൻ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു 3 പാറ്റേൺ അല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് കസ്റ്റമൈസേഷനും
ചെയ്യാനായിട്ട് പോസിബിളാണ്. അപ്പോൾ അത് എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അത് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 699 ആണ്. ഓൾ ഓവർ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷിപ്പിംഗ് ത്രൂ DTDC ആണ്. ഔട്ട്സൈഡ് കേരള ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജൂടെ എക്സ്ട്രാ ആയിട്ട് വരും. പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്താൽ മതി. കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.